നമസ്കാരം, എല്ലാവർക്കും ജിജീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഈ സ്ഥലം എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 300 മീറ്റർ അകലത്തിലാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വലതുവശത്ത് സ്ട്രെയിറ്റ് കിടക്കുന്ന റോഡിലൂടെ മെയിൻ റോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് വിജ്ഞാനഗർ ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞങ്ങൾ വിജ്ഞാനഗറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ആ സെൻറ്റർ ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ ആദർശ് വില്ല പ്രോജക്റ്റ് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഇപ്പോൾ മെയിൻ റോഡിലെത്തി. ഈ മെയിൻ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് കുറേ കടകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ബേക്കറിയാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ കുറച്ച് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഷെൽ പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ദിവാലി ടൈമാണ്, ഫെസ്റ്റിവൽ സീസണാണ്. റോഡിൽ അധികം തിരക്കില്ല, എന്നാലും കടകളൊക്കെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഷെൽ പെട്രോൾ പമ്പ്. ഇതിൻ്റെ വളരെ അടുത്ത് 50 മീറ്റർ വരുള്ളൂ ഞാൻ പോകുന്ന സ്ഥലം. ഇനി നമുക്ക് ആ സ്ഥലത്ത് പോയിട്ട് നോക്കാം. നമ്മളിതേ റെസ്റ്റോറൻറ്റിൽ എത്തി. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ദി വേമ്പനാട് റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ എൻട്രൻസ് ആണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. ഇവിടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വില്ലാസ് കാണാം. ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. വിജ്ഞാനഗറിലാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. വിജ്ഞാനഗർ ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. ഏകദേശം 1 മാസമേ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ ഓണറേയും ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി കുറച്ചുകൂടെ അറിയാം. ഓണറായ സിബിച്ചേട്ടനെ പരിചയപ്പെടാം. അപ്പോൾ 2 പേര് ചേർന്നിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അതിലൊരാളാണ് സിബിച്ചേട്ടൻ. അപ്പോൾ സിബിച്ചേട്ടൻ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ടും പിന്നെ എങ്ങനെയാണ് ഇത് തുടങ്ങിയതൊക്കെ. അപ്പോൾ ചേട്ടനെ പറ്റിയിട്ടത് പറയാമോ? എൻ്റെ പേര് സിബി ടോംസ് ആണ് എൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾക്ക് എറണാകുളം ട്രിവാൻഡ്രം എൻ്റെ പാർട്ട്ണർ വേണിച്ചേട്ടനുമായി ട്രിവാൻഡ്രത്ത് ഉള്ള ആളാണ്. പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഇത് ഞങ്ങൾ തുടങ്ങുന്ന ഒരു ഉദ്ദേശമൊന്നും ആദ്യമേ ഉണ്ടായിരുന്നില്ല. കാരണം വേറൊരു മലയാളി ഫാമിലി കപ്പിൾ they had an ambition to start this, but during the pandemic time they were not able to take the work forward. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർ ഞങ്ങളുടെ റിക്വസ്റ്റ് ചെയ്ത് പേരോട്ടേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ ഒരു ഫോൺ കോളിൻ്റെ പുറത്ത് എടുത്തൊരു സ്ഥാപനമാണ്. പിന്നെ ഞങ്ങളിവിടെ വന്ന് ആദ്യം ഇതൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വി ലൈക്ക് ദ ലൊക്കേഷൻ. പിന്നെ അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങളൊന്ന് സർവ് ചെയ്തു. ആൻഡ് വി വാണ്ടഡ് ടു ഗിവ് സം ഓതന്റിക് Kerala cuisine to people, because there are a lot of people from Kerala around this place. So ആ ഒരു മെസ്സേജ് വെച്ച് ആ ഒരു മിഷൻ വെച്ച് തുടങ്ങിയതാണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ സിബിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് വിജ്ഞാനഗറിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒത്തിരി മലയാളികളുണ്ട്. പിന്നെ അതുപോലെ ലൊക്കേഷൻ വളരെ പ്രോമിനന്റ് ആണ്. ഷെൽ പെട്രോൾ പമ്പ്, ആദർശ് വില്ല, ഒരു വിജ്ഞാനഗറിന്റെ ഒറ്റ നടുവിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി റെസ്റ്റോറന്റിനെ പറ്റി അറിയാം. ഇവിടെ എന്തൊക്കെ ടൈപ്പ് ഫുഡാണ് കൊടുക്കുന്നത്? ചേട്ടാ, എന്താണ് നിങ്ങളുടെ ഫുഡ്? എന്താണ് സ്പെഷ്യാലിറ്റി? പേര് പറയുന്ന പോലെ തന്നെ ഇതൊരു ട്രഡീഷണൽ കേരള കുസീൻ. ബട്ട് ഞങ്ങൾ നാട്ടിലുള്ള നമ്മുടെ സാധാരണ ഒരു ട്രാവൻകൂർ കുസീനാണ് ഞങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. എംഫസൈസിങ് ഓൺ ഫിഷ് മോറോവർ. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫിഷ് മുളകിട്ടത്, ഫിഷ് വറ്റിച്ചത്, പിന്നെ ഫിഷ് മോളി, ഫിഷ് പൊള്ളിച്ചത്, ഇതൊക്കെയാണ് ഞങ്ങൾ എംഫസൈസ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടുതലും ഡിഷസും ഇപ്പം നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഏറ്റവും കൂടുതൽ ഡിഷസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സർവീസിലുള്ള നമ്മുടെ വേമ്പനാട്ടിലുള്ള സർവീസ് സ്റ്റാഫ് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഫിഷ് ആയിരിക്കും. കാരണം നിങ്ങൾ ചോദിക്കുമ്പോൾ പ്രോഫിറ്റ് ചോദിച്ചാൽ പ്രോഫിറ്റ് ഉണ്ടാവും, സിയർ ഉണ്ടാവും, പിന്നെ ഞണ്ട്, എല്ലാ ടൈപ്പ്. ഞങ്ങൾ കൂടുതലും എംഫസിസ് കൊടുക്കുന്നത് ഫിഷ്, സീ ഫുഡാണ്. കാരണം സീ ഫുഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് വിച്ച് ഈസ് നോട്ട് വെരി മച്ച് ദിയർ ഇൻ ബാംഗ്ലൂർ ഓൺ ആൻ അബണ്ടൻസ്. ബാക്കി ഇപ്പം നിങ്ങളിപ്പോൾ നോൺ വെജ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും. ബട്ട് സിൻസ് ഇറ്റ്സ് എ കേരള, ആസ് ഐ മെൻഷൻ, ഞങ്ങളുടെ ട്രഡീഷണൽ കേരള റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് നോൺ വെജിൻ്റെ ഒരു അഭാവവും ഇല്ല. അതുകൊണ്ട് ആൻഡ് ഇറ്റ് കംസ് വിത്ത് ചിക്കൻ ആൻഡ് നാട്ടിലുള്ള എല്ലാ സ്റ്റൈലുള്ള വറുത്തരച്ചതായാലും, ചിക്കൻ ട്രാവൻകൂർ സ്റ്റൈലായാലും, ചിക്കൻ മലബാറായാലും എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് പറയുന്നത് ഒരു ഫുഡായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. യു ക്യാൻ ടേസ്റ്റ് ഡിഫറെൻറ്റ് ഫുഡ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് എവറിത്തിങ് ഗോസ് ഓൺ എ പെർഫെക്റ്റ് നോട്ട്. കേരള ഫുഡ് അല്ലാതെ വേറെ എന്തെങ്കിലും സെലക്റ്റഡ് ആയിട്ടുള്ള ചൈനീസ് ഐറ്റംസ് ഉണ്ട്. പീസ് ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെ നമ്മുടെ
പനീർ ബട്ടർ മസാല, ബട്ടർ ചിക്കൻ മസാല, അങ്ങനെയുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള മൂവിങ് ആയിട്ടുള്ള ചൈന. കാരണം എന്തുകൊണ്ടാണ് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ നമ്മുടെ ഒരു ടിപ്പിക്കൽ ഒരു മലയാളി ഫാമിലി, husband and wife would always love to go for a common Kerala traditional set, but the kids will love to have some paneer butter masala or Chinese. So we don't want that, coming from one restaurant and ordering. So basic ആയിട്ടുള്ള ചൈനീസ് ഐറ്റംസും മലയാളീസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ചൈനീസ് ഐറ്റംസ് സെലക്റ്റഡ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷസും ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് മെനുവിൽ ആഡ് ചെയ്തിരിക്കുന്നു മാത്രമാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കർട്ടസി, അവരുടെ മാനേഴ്സ്, ബിഹേവിയർ. അപ്പം ഞാൻ വന്നപ്പോൾ ഇവിടെ കുത്തു പൊറോട്ട മെനുവിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു ഉണ്ടോ എന്ന്. അവർ പറഞ്ഞു അതിനെന്താ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിത്തരാം, ഞങ്ങളുടെ കിഴിപ്പൊറോട്ടയുണ്ട്, പൊതിച്ചോറുണ്ട്, അങ്ങനെ കുറേ തനി നാടൻ വിഭവങ്ങൾ. പ്രത്യേകിച്ച് പൊറോട്ട മലയാളിയുടെ ഒരു വികാരമാണെന്ന് പറയത്തില്ലേ, പൊറോട്ടയും ഇറച്ചി, അതുമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്രയും നല്ല ഡിഷൊക്കെ സെർവ് ചെയ്യല്, അപ്പം അത് ഉണ്ടാക്കുന്ന ആളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ കൊള്ളാമെന്നുണ്ട്. അതായത് ഞങ്ങള് എല്ലാ സ്റ്റാഫും ഞങ്ങൾ എടുത്തിരിക്കുന്നത് സ്പെഷ്യലി ടു റെഫറൻസ് മാത്രമേ ഉള്ളൂ. നോബഡി ഞങ്ങൾക്ക് നേരിട്ട് ഒരാൾ വിളിച്ചിട്ടല്ല, ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റാഫിനെ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവര് എല്ലാവരും കേരളത്തിൽ നിന്ന് വരുന്നവരാണ്. അതിൽ 30 വർഷമായി. പക്ഷെ ബാംഗ്ലൂരിൽ തന്നെ കേരള റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്ത ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഞങ്ങളൊക്കെ വിളിക്കുന്ന രവിചേട്ടൻ എന്ന് പറയുന്ന ആളാണ് ഇവിടുത്തെ ഹെഡ് ഷെഫ്. പുള്ളിയാണ് എല്ലാ റൈസിൻ്റെയും ഫിഷ് മീൽസിൻ്റെയും ബാക്കിയുള്ള ചില നോൺ വെജ്, ചില ഫിഷിൻ്റെയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അദ്ദേഹമാണ്. ഇതാണ് രവിചേട്ടൻ. രവിചേട്ടൻ വർഷങ്ങളായി പല പല റെസ്റ്റോറൻറ്റ്, തലശ്ശേരി റെസ്റ്റോറൻറ്റ്, പല പല മെസ്സുകളിലും വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. ചേട്ടന്റെ പ്രത്യേകത എന്താണ്? ബിരിയാണിയിലാണോ, മീൽസ് ആണോ? കേരള മീൽസ്. ഇത് നമ്മുടെ അസിസ്റ്റന്റ് ഷെഫാണ് പ്രമോദ്. പ്രമോദിന്റെ ഏറ്റവും ബെസ്റ്റ് USP എന്ന് പറയുന്നത് ബിരിയാണിയാണ്. പിന്നെ ചിക്കനിലുള്ള ട്രാവൻകൂർ സ്റ്റൈലും പിന്നെ ചിക്കൻ റോസ്റ്റൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു മൾട്ടി ടാസ്കറാണ് പ്രമോദ് ചെയ്യുന്നത്. ചൈനീസും പ്രമോദ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊറോട്ട ആയാലും അപ്പമായാലും ഇതെല്ലാം പ്രമോദിന്റെ കീഴിലാണ് അതെല്ലാം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കിച്ചണിലെ സ്റ്റാഫാണ്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോകുന്നതും എല്ലാ ഓർഡേഴ്സും കസ്റ്റമേഴ്സിനെ ഹാപ്പി ആകുന്നത് ഷെഫുമാർ മാത്രമല്ല, ഇവിടുത്തെ ഓപ്പറേഷൻ സ്റ്റാഫാണ്. ഇതിലൊന്ന് സർവീസിന്റെ ഹെഡാണ് വിനോദ്. വിനോദിന് 19 വർഷത്തെ എക്സ്പീരിയൻസ് ആണുള്ളത്. പല പല ഹോട്ടലുകളിലും എറണാകുളത്തെ എണ്ണമറ്റ ഹോട്ടലുകളിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ് വിനോദിന്. വിനോദ് ആണ് എല്ലാ കാര്യങ്ങളും, റെസ്റ്റോറൻറ്റിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് സർവീസ് ഏരിയയിലുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നത് വിനോദിനെ അസിസ്റ്റ് ചെയ്യുന്നത് രാജീവാണ്. രാജീവ് മിഡിൽ ഈസ്റ്റിലായിരുന്നു ലാസ്റ്റ് അസൈൻമെന്റ്. പക്ഷെ ഇപ്പോൾ നാട്ടിലായിരുന്നു. ഞങ്ങൾ വിളിച്ചപ്പോൾ വരികയായിരുന്നു. പുള്ളിയും നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇതിനെയൊക്കെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതും ഈ റെസ്റ്റോറൻറ്റിലുള്ള എല്ലാ PR വർക്കും എല്ലാ ഓപ്പറേഷൻസിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുന്നത് ജയകുമാറാണ്. ജയകുമാർ ആക്ച്വലി ഹീസ് എ നേറ്റീവ് ഓഫ് വിജ്ഞാനഗർ. He is not from Kerala. He is the only person who is not from Kerala in the operation staff. He supports us in every aspect. All kind of things to be, he manages the operation, marketing, all the things. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്യാം. സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും വേമ്പനാട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റ് ഡെലിവറി പാർട്ട്നേഴ്സുമായിട്ട് കൂടെ ഇവർക്ക് ടൈപ്പ് ഉണ്ട്. അതായത് ഡൻസോവും മാജിക് പാനും. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ ഒരു മിനിമൽ ഡെലിവറി ചാർജ് ഈടാക്കിയിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് എങ്കിലും ഇങ്ങോട്ട് വരിക, റെസ്റ്റോറൻറ്റിൽ വരിക, ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.